ഹായ്, ആറ്റുമുഖം ഷാപ്പിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കുറേ കൂടി മുന്നോട്ടൊരു 3 കിലോമീറ്ററോളം വന്നപ്പോഴാണ് വട്ടവട കായൽ ഇവിടെ ഉണ്ടെന്നും ആ കായലിൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ലൊരു രസമൊക്കെയാണെന്നും പറഞ്ഞ് പോയത്. അപ്പോൾ കാറ് അവിടെ പാർക്ക് ചെയ്തിട്ട് ഒരു 1/2 കിലോമീറ്റർ ഉള്ളിലേക്ക് വന്നിട്ട് പിന്നെയും ഞങ്ങൾ നടന്നു. അവിടെ അച്ഛനും അമ്മയ്ക്കും പേരമ്മയ്ക്കും ഒന്നും നടക്കാൻ പറ്റുന്നൊരു ഇടമായിരുന്നില്ല. ഒരുമാതിരി അഡ്വഞ്ചർ പോലത്തെ പിച്ചിന് കിട്ടിയ നല്ല ഭംഗിയായിട്ടുള്ള സ്ഥലത്തൂടെയാണ് നമ്മൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് അങ്ങ് അവിടെയാണ് എത്തിച്ചേരേണ്ടത്. അപ്പോൾ വെയിലുള്ളതുകൊണ്ട് പ്രശാന്തേട്ടൻ കുടയും പിടിച്ച് മുന്നേ നടന്നു. പിന്നെ കഥകളൊക്കെ പറഞ്ഞ് രസിച്ച് ഞങ്ങളെല്ലാവരും കൂടെ നല്ല രസമായിട്ട് നടന്നു. അപ്പോൾ കായലിലെ ധാരാളം ബോട്ടുകളും വള്ളങ്ങളും ഈ സ്പീഡ് ബോട്ടിൽ ആൾക്കാർ സഞ്ചരിക്കുന്നതും എല്ലാം കാണാം. അങ്ങറ്റമാണ് നമ്മൾ എത്തിച്ചേരേണ്ടത്. ഒരു 1.5 കിലോമീറ്ററോളം നടക്കാനുണ്ട്. പക്ഷേ എല്ലാവരും കൂടെ നടക്കുന്നതായതുകൊണ്ട് നല്ല പ്രകൃതി ഭംഗി ഉള്ളതുകൊണ്ട് നല്ല രസമായിരുന്നു ആ ഒരു നടപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ നടന്ന് ഞങ്ങൾ ലാസ്റ്റ് അവിടെ എത്തി. ഇവിടെ ധാരാളം കച്ചവടക്കാരും സഞ്ചാരികളും ഒക്കെയുണ്ട്. കുഞ്ഞുങ്ങളെ ആകർഷിക്കാനായിട്ടുള്ള കച്ചവടവും പിന്നെ ഇങ്ങനെ കുറിപ്പീച്ചിരി ചെയ്യാനായിട്ടുള്ള സാധനങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഒന്ന് ബോട്ടിൽ കയറി ഒന്ന് യാത്ര ചെയ്യണമെന്നുള്ള മോഹമൊക്കെ ഉദിച്ചു. അങ്ങനെ എല്ലാവരും പമ്മി നിൽക്കുക. ലാസ്റ്റ് ഞങ്ങളും കയറാനായിട്ട് തീരുമാനിച്ചു. ശ്രീജിത്തും ഞങ്ങുമാറേട്ടനും കയറിയില്ല കേട്ടോ. അവർ മുന്നേ ഒരുപാട് പ്രാവശ്യം കയറിയിട്ടുള്ളതുകൊണ്ട് ഒരു പ്രാവശ്യം ഞങ്ങളുടെ കൂടെ വന്നില്ല. ഞങ്ങൾ പൊന്നും ഉണ്ണിക്കുട്ടനും അനിയത്തിയും ഞാനും പ്രശാന്തേട്ടനും കൂടെയാണ് കയറിയത്. അപ്പം ആദ്യം കയറിയപ്പോൾ ഞങ്ങൾക്കൊക്കെ ഒരു ഭയം ഉണ്ടായിരുന്നു. അയ്യോ, ഇതിങ്ങനെ പോകുമ്പോഴത്തേക്ക് എങ്ങനെ പേടി വരുമോ അങ്ങനെയൊക്കെ ഉള്ളത്. കൊച്ചുവയ്ക്ക് അനിയത്തിക്ക് നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പിള്ളേർക്ക് അത്ര പേടിയില്ലായിരുന്നു. എനിക്ക് പക്ഷെ നല്ല ത്രില്ലായിരുന്നു. എനിക്കിതൊന്ന് അറിയണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. അയ്യോ, നല്ല രസമാണ്. പറയാൻ പറ്റത്തില്ല. ഞങ്ങൾ പോവുകയും ബഹളം വെക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇവിടെ നിന്ന് വീഡിയോ എടുത്തവർക്ക് അതൊന്നും കാണാനായിട്ട് സാധിച്ചില്ല. പക്ഷെ നല്ല ത്രില്ലാണ്, നല്ല അഡ്വഞ്ചറാണ്, നല്ല രസമുള്ള യാത്രയാണ്, അടിപൊളിയാണ് കേട്ടോ. കായലിൻ്റെ ഒത്ത നടുക്കൊക്കെ എത്തി ഇങ്ങനെ സ്പീഡ് ബോട്ട് ഇങ്ങനെ ചരിക്കുമ്പോഴൊക്കെ നമുക്കൊരു പ്രത്യേക രസമാണ്. നല്ല സൂപ്പർ ട്രിപ്പായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. നല്ല വെയിലിൻ്റെ ആ കാഠിന്യമൊന്നും അറിയുന്നില്ല. 4 മണി സമയമായിട്ടുള്ളെങ്കിലും വെയിലൊന്നും നല്ലപോലെ മാറിയിട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അടിപൊളിയായിരുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ തീർന്ന പോലെ തോന്നിപ്പോയി. ശരിക്കും ഇറങ്ങാൻ നേരത്ത് നല്ല സങ്കടമായിരുന്നു. കാരണം കുറച്ചുകൂടിയൊക്കെ യാത്ര ചെയ്യണമെന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടായി. പക്ഷേ 1000 രൂപ പിന്നെയും പോകുമല്ലോ എന്നോർത്ത് ആരും അതിന് മുതിർന്നില്ല. പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. ഓക്കെ, താങ്ക് യു.